ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ്. അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ്, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. മെയിനായിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായിട്ടില്ല, അതാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ജനറൽ സർവീസ് കൂടി ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ വീല് കംപ്ലയിൻറ്റ് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം എത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ പ്രോബ്ലമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റേതായിട്ടുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൈയോടെ മാറ്റി കളഞ്ഞില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കംപ്ലയിൻസിലേക്ക് വരും, ആ വീലുകളൊക്കെ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ആ റോളർ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടി വീഴെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ കൈയോടെ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ ഇത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഈ ബോസ് ഡ്രൈവും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് മേത്തേയും കോട്ടിങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റം കൂടി മാറ്റുമ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. റോളറുകൾ ഇപ്പോൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കുറേ കൂടി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങും പൊളിഞ്ഞു പോകും. അത് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളതാണ്. അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റലാണ്. ആ മെറ്റൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഹൈ RPM വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആ പുറത്തേക്ക് വരുന്നത് അപകടമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആരംഭമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കൈയോടെ മാറ്റി കളഞ്ഞാൽ ആ പ്രോബ്ലംസ് അവിടെ അങ്ങോട്ട് തീർന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കിക്കർ വീല് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ക്ലച്ചിനകത്ത് ഇത് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ക്ലിയറാണ്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയ ഓയിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗ്യാസ്കറ്റ് കാര്യങ്ങൾ ലീക്ക് വന്നതിനാണ്. കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ. പിന്നെ അത് കൂടാതെ ചോക്കിൻ്റെ കേബിൾ, ഈ ചോക്ക് കേബിൾ വർക്കിംഗ് അല്ല, ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കാം. നമുക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ ചോക്ക് ഇട്ടടിക്കുന്നത് സ്വാഭാവികമായിട്ടും കംപ്ലയിൻ്റ് ആണെന്നുള്ള ധാരണയാണ് പൊതുവെ ആൾക്കാർക്കുള്ളത്. ചോക്ക് ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ഈ ചോക്ക് ഇതേപോലെ കേബിൾ കംപ്ലയിൻ്റ് ആയി പോവാം. ഇപ്പോൾ ശരിക്കും ഇത് കേബിൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു പ്രോബ്ലം കാണിച്ചാൽ ചോക്ക് ഇട്ടടിക്കാൻ നോക്കി വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുവരാനും പിടിക്കാനൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും. വണ്ടിക്ക് പഴക്കം വന്നതിനനുസരിച്ച് നമുക്ക് ശ്രദ്ധ കൂടണം, അതാണ് ശരിക്കും ചെയ്യേണ്ട കേസ് കേട്ടോ. അപ്പോൾ നിലവിൽ ചോക്ക് കേബിൾ മാറ്റി കളയാം. പിന്നെ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ തൽക്കാലം അഴിക്കുന്നില്ല, കാരണം വെച്ചാൽ നമുക്കത് പൊല്യൂഷൻ നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ട്യൂൺ ചെയ്തിട്ട് പൊല്യൂഷൻ കിട്ടുമെന്ന് നോക്കാം. ഇനി എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിച്ചാൽ മതി. കാരണം കാർബറേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 500 രൂപയെങ്കിലും ആ വഴിക്ക് ചിലവ് വരും. അപ്പോൾ പരമാവധി നമ്മൾ അഴിക്കാത്ത രീതിയിൽ നോക്കാം, ട്യൂൺ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ലിങ്ക് ബുഷൊക്കെ ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മാത്രം കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം, ബാക്കിയത്തെ ബുഷുകളൊക്കെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ലൈനറാണ് കേട്ടോ. ടയറും പുതിയ ടയറാണ് കിടക്കണേ, MRFൻ്റെ കമ്പനി ടയറാണ്, നല്ല അടിപൊളി ടയറാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് കൂട്ടത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി 2024 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. എന്നാൽ പോലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ. 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ ടെർമിനലുണ്ട്, ടെർമിനലിലൂടെ ഫുള്ള് ക്ലാവ് പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിലിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ മീറ്റർ കണക്ട് ചെയ്തിട്ട് കോൺടാക്റ്റ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാകും. ഈ ഭാഗം കണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും തോറും പിന്നെ നട്ട് ബോൾട്ടൊക്കെ കഴിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കൈയോടെ ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, പുതിയ പ്ലഗ് കിടക്കണേ. എനിക്കൊന്ന് എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. എനിക്ക് കഴിഞ്ഞ പൊല്യൂഷൻ എടുക്കാൻ നേരത്തെ ചെയ്തതായിരിക്കാം കേട്ടോ. എന്തായാലും നമ്മളത് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കംപ്ലയിൻ്റ് ഒന്നുമില്ല, പുതിയതാണ് കേട്ടോ. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് ഒട്ടും അളവില്ലാത്ത രീതിയിൽ കാണിച്ച് അഴിച്ചു നോക്കുമ്പോൾ ഓയിൽ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഓയിൽ മാറ്റാന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം.
ഓയിൽ ലെവൽ കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ലെവൽ കുറവുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറ്റി ടോപ്പപ്പ് ചെയ്തോണം. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ വേണമെന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ട കേസ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി 4 മാസം കൂടുമ്പോഴാണ് സർവീസ്, ജനറലായിട്ടുള്ള സർവീസ് ചെയ്ത് പോകേണ്ടി വരിക. ഇതിപ്പോൾ ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടാത്ത കംപ്ലയിൻറ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാനായിട്ട് പറ്റും. ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അത് കൈയോടെ നമുക്ക് സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ ഉണ്ടാക്കില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ ഇത് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഈ ഹെഡിൻ്റെ ലീക്ക് ഉണ്ട്, ഹെഡ് ലീക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റിയിടാം, ചോക്കിൻ്റെ കേബിൾ മാറ്റിയിടാം. ഈ വേരിയേറ്റർ ബോഡിയൊക്കെ ഇത് നാളെ കംപ്ലയിൻ്റാണ്, ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വേണ്ട കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് മാറ്റിക്കളയാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യോളും തരും. പിന്നെ അതേപോലെ ലിങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബുഷ് ഓർണം കോളർ ബുഷ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, അത് കൈയോടെ മാറ്റിയിടാം. ഇത്രയും കേസൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.